നമ്മുടെ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ വീഡിയോ 2 നമുക്ക് കടക്കാം. ഇവിടെ we are going to learn about certain curves defined by the vector functions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 2-dimensional സ്പേസിൽ പെയർ ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് x is equal to f of t, y is equal to g of t തന്നാൽ that is traced in a specific direction as the parameter t increases എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദാറ്റ് പാരാമെട്രിക് കർവിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? r of t equal to f of t I plus g of t j, y and j are the unit vectors along the x and y axis. ഇതേപോലെ നമുക്ക് 3-dimensional സ്പേസിലും പറയാമെന്നൊക്കെ പഠിച്ചു. ഇങ്ങനെ ഉള്ള വെക്റ്റർ ഫങ്ഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ്, certain examples for the curves നമുക്ക് പഠിക്കാം. The very simple example for that is, the first one is a straight line. ഞാൻ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ L through a point A with position vector A is equal to a1i plus a2j plus a3k in the direction of a constant vector B equal to b1i plus b2j plus b3k can be represented in the form r of t is equal to a plus tb. അപ്പോൾ the vector equation കറസ്പോണ്ടിങ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ അറിയണമെങ്കിൽ ആ ലൈൻ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിൻറ്റും അറിയണം. ആൻഡ് ഓൾസോ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ, ആ പോയിൻറ്റിന് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ, ഒ എ, ആ പൊസിഷൻ വെക്റ്റർ അറിയണം. അതുപോലെ തന്നെ ഏത് ഡയറക്ഷനാണ് ദാറ്റ് ഈസ് പാരലൽ ടു എ വെക്റ്റർ, അതിന് പാരലലായിട്ടുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററും തരണം, അതിൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദ പോയിൻറ്റ് എ ഈസ് ഗിവൺ. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ എൽ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് എ. അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് എ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഗിവൺ ആസ് a1i plus a2j plus a3 വെക്ടർ എ, ആൻഡ് it is parallel to the vector B and it is given as b1i plus b2j b3k ആണെങ്കിൽ വെക്ടർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ എഴുതാം നമുക്ക്? t is equal to a plus tb. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞാൽ a1i plus a2j plus a3k plus t into b1i plus b2j plus b3k ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അതിൻ്റെ ഐയുടെ കമ്പോണൻറ്റ് a1 plus t b1i plus a2 plus t b2j plus a3 plus t b3k. ഒരു എക്സാമ്പിൾ നോക്കാം. വെക്ടർ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ദ xy plane passing through the point a32 and parallel to the vector I plus j. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വെക്ടർ ഇക്വേഷൻ? അപ്പോൾ ഇറ്റ്സ് ഗിവൺ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് എ ഇസ് ഈ ക്യാപിറ്റൽ A is equal to 3 2. പക്ഷേ വെക്ടർ എ നമുക്ക് എങ്ങനെ എഴുതാം? 3i plus 2j പാരലൽ ടു ദ വെക്ടർ ബി b1i plus b2j എന്ന് പറഞ്ഞാൽ i plus j ആണ്. അപ്പോൾ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്ത് വരും? a plus tb, that is 3i plus 2j plus t into i plus j. That means 3 plus t into i plus 2 plus t into j ആയിരിക്കും. And that will be the vector equation of the corresponding straight line. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ആണ് എലിപ്സ് ആൻഡ് ദീസ് ആർ പ്ലെയിൻ കർവ്സ് ആണ് കേട്ടോ. എലിപ്സ് ആൻഡ് സർക്കിൾ. എലിപ്സിൻ്റെ ഇക്വേഷൻ, ദ പാരാമെട്രിക് ഇക്വേഷൻ x is equal to a cos t, y is equal to b sin t, whose vector equation is r of t is equal to a cos t plus b sin t. നമുക്കറിയാം എക്സ് വൈ പ്ലെയിനിലെ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത് എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. ബിക്കോസ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ കോസ് ടി, വൈ ബൈ ബി എന്ന് പറഞ്ഞാൽ സൈൻ ടി, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണ്. സോ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ plus y square by b square is equal to 1. About the parametric equation representing an ellipse in the xy plane എന്തായിരിക്കും? x equal a cos t plus y equal to b sin t. അതിൻ്റെ corresponding vector equation ആണ് a cos t, r of t is equal to rt is equal to a cos ti plus b sin ti. This represents an ellipse in the xy plane with center at the origin and principal axis in the direction of the x and y axis. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. വെക്ടർ ഇക്വേഷൻ ഫ്രം ദ വെക്ടർ ഇക്വേഷൻ വി ഒബ്റ്റെയിൻ എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഈ ബിക്ക് വരെ നമ്മൾ എ കൊടുത്താൽ ദിസ് ബിക്കംസ് എക്സ് സ്ക്വയർ ബൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു 1. ദറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. അപ്പം തന്ന മുകളിലത്തെ 2 എക്സാമ്പിൾ പ്ലെയിൻ കർവ്. എന്താ പ്ലെയിൻ കർവ് എന്ന് പറഞ്ഞാൽ? ഈ പ്ലെയിൻ കർവ് ഇസ് എ കർവ് ദാറ്റ് ലൈസ് ഇൻ എ പ്ലെയിൻ ഇൻ സ്പേസ്. Above examples are plane curves.
പക്ഷേ നമ്മൾ ഇനി പ്ലെയിൻ കർവ് പോലെ തന്നെ വേറൊരു കർവ് പഠിക്കാൻ പോവാണ്. ദറ്റ് ഇസ് എ ട്വിസ്റ്റഡ് കർവ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദ കർവ് ദറ്റ് ഇസ് നോട്ട് പ്ലെയിൻ ഇസ് കോൾഡ് എ ട്വിസ്റ്റഡ് കർവ്. ട്വിസ്റ്റഡ് കർവിന് എക്സാമ്പിൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. ദാറ്റ് ഇസ് ദ സർക്കുലർ ഹെലിക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സർക്കുലർ ഹെലിക്സ്? അതിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ലാസ്റ്റ് പേജായിട്ട്. സർക്കുലർ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്വിസ്റ്റഡ് കർവ് സി റെപ്രസെൻറ്റഡ് ബൈ ദ വെക്ടർ ഇക്വേഷൻ ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ടി കെ. എന്താ ഈ സർക്കുലർ ഹെലിക്സിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ ഹെലിക്സ് വിച്ച് ഇസ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് എ സർക്കുലർ സിലിണ്ടർ. എന്താണ് ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ? ഇറ്റ്സ് എ സിലിണ്ടർ ഹൂസ് ബേസ് ഇസ് എ സർക്കിൾ. The axis is the line joining the center of the base. അപ്പോൾ അതിൻ്റെ ബേസ് ഒക്കെ സർക്കിളാണ് സിലിണ്ടറിൻ്റെ. എന്നിട്ട് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ ബേസ്. അപ്പോൾ എന്താ ഈ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? വാട്ട് ഇസ് എൻ ഹെലിക്സ്? ഇറ്റ് ഇസ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് എ റൈറ്റ്. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ വയർ വൗണ്ട് യൂണിഫോംലി ഇൻ എ സിംഗിൾ ലെയർ എറൗണ്ട് എ സിലിണ്ടർ. അപ്പോൾ ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം, സിലിണ്ടറിന് ചുറ്റും വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തരം വയറാണ്. ദാറ്റ് ഈസ് ഹെലിക്സ് എന്ന് പറയുന്നത്. ഹെലിക്സ് ഇസ് ലൈക്ക് എ വയർ wound uniformly in a single layer around a cylinder. Since it is a circular helix ആയതുകൊണ്ട് it is with constant radius ആയിരിക്കും. അപ്പോൾ ആ പിക്ചർ കൂടെ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു. അതിൻ്റെ വെക്ടർ ഇക്വേഷനാണ് r equal to a cos ti plus a sin tj plus tk. So x is equal to a cos t, y is equal to a sin t, and z is equal to the t ആണ്. അതാണ് പറയുന്നത് the curve winds around the cylinder x square plus y square is equal to a square. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന x എന്ന് പറഞ്ഞാൽ a cos t the whole square, x square plus y square a sin t the whole square, that's equal to a square. The figure നോക്കുമ്പോൾ the curve rises as a k component, z is equal to t increases. ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്നിട്ട് each t increases by 2pi, the curve completes one turn around the cylinder. ഒരു 2pi കഴിയുമ്പോൾ ദ കർവ് സിലിണ്ടറിന് ചുറ്റും ഒരു പ്രാവശ്യം ചുറ്റിയിരിക്കും. അടുത്ത 2piക്ക് അടുത്ത്, അങ്ങനെയാണ് അത് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ടി ഇൻക്രീസസ് ബൈ 2pi, ദ കർവ് കംപ്ലീറ്റ്സ് വൺ ടേൺ അറൗണ്ട് ദ cylinder. Hence the parametric equation of the helix is x is equal to a cos t, y is equal to a sin t, z is equal to t. ഇനി നമുക്ക് ദ ഫോർത്ത് എക്സാമ്പിൾ ഇസ്, നമുക്കറിയാലോ രണ്ട് സർഫസസ് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്താൽ വിൽ ഗെറ്റ് എ കർവ്. അതാണ് അടുത്തത്. കർവ്സ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് സർഫസസ്. നമുക്ക് ഫോർ എക്സാമ്പിൾ രണ്ട് സ്പിയർ എന്ന് നമുക്ക് സർഫസ് പറഞ്ഞാൽ രണ്ട് സ്പിയേഴ്സ് നോക്കാം. രണ്ട് സ്പിയേഴ്സ് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും അല്ലേ? ഒരു കർവ് നമുക്ക് അതിൽ നിന്ന് ഫോം ചെയ്യും. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കർവ് ഇൻ three-dimensional space can be considered as the intersection of the surfaces. രണ്ട് സിലിണ്ടർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനെയാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. കൺസിഡർ ദ സിലിണ്ടർ y is equal to x square, z is equal to x cube. To find the parametric equation of the curve formed by the intersection of the above cylinders, നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചൂസ് വൺ ഓഫ് ദി വേരിയബിൾ ആസ് ദ പാരാമീറ്റർ. അപ്പോൾ നമുക്കിവിടെ എക്സിന് നമുക്ക് ടി പാരാമീറ്റർ ടി കൊടുത്താൽ വിൽ ഗെറ്റ് y is equal to t square and z is equal to t cube. അപ്പോൾ നമ്മുടെ പാരാമീട്രിക് ഇക്വേഷൻസ് ആർ x is equal to t, y is equal to t square and z is equal to t cube. And this curve is called a twisted cubic എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഇവിടെ പഠിച്ചത് 4 എക്സാമ്പിൾസാണ് അല്ലേ? വെക്റ്റർ ഫംഗ്ഷന് എക്സാമ്പിളായിട്ട് 4 പഠിച്ചു. ദ വൺ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, that is r is equal to a plus tb. What is a? The position vector of the point a. And b എന്ന് പറയുന്നത് line direction of a constant vector. Line is parallel to the vector b ആണെങ്കിൽ r of t, the vector equation is r of t is a plus tb. മറ്റേത് നമ്മൾ എലിപ്സ് ആൻഡ് ദ സർക്കിൾ പഠിച്ചു. അതിൻ്റെ വെക്ടർ ഇക്വേഷൻ ഇസ് x is equal to a cos t, y is equal to b sin t. സ്പേസിലാണെങ്കിൽ നമുക്ക് z is equal to 0 കൊടുക്കാം. ആൻഡ് ദ തേർഡ് എക്സാമ്പിൾ ഇസ് സർക്കുലർ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? It is an helix which is drawn on the surface of a circular cylinder.
and the other third example, and the last is the curve is formed by the intersection of two surfaces. ഇവിടെ രണ്ട് സർഫസ് ഉദ്ദേശിക്കുന്ന രണ്ട് സിലിണ്ടറാണ്, അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു കർവ് ഫോം ചെയ്യാം, അതിൻ്റെ വെക്ടർ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. സോ ഹാഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും.